വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇവിടെ പി എഫ് അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് ശതമാനം കൂടി പലിശ കൂട്ടിയിട്ടാണ് നമുക്ക് തിരിച്ചു തരിക. അങ്ങനെയാണ് നിലവിലുള്ളത്. പക്ഷേ മതബോധമുള്ള നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിനെ അറിയിക്കുക. എനിക്ക് ഞാൻ തരുന്ന പി എഫ്, അതായത് അല്ലെങ്കിൽ എൻ്റെ പി എഫിൽ നിന്ന് നിങ്ങൾ പിടിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിങ്ങൾ പിടിക്കുന്ന പി എഫ്, ആ പി എഫിന് നിങ്ങൾ സാധാരണ തരുന്ന പലിശ എനിക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ പറയുക. അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഗവൺമെൻറ് എടുക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് മറ്റേ ഇനത്തിലേക്ക് തിരിക്കും. അഥവാ നമ്മൾ നോക്കേണ്ടതില്ല. കാരണം നമ്മൾ കൊടുത്ത പൈസയാണല്ലോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാശല്ലേ. അപ്പോൾ അതിൻ്റെ സിയാദത്ത് അല്ലെങ്കിൽ അതിൻ്റെ റിബ, പലിശ, അത് നമ്മൾ കൊടുത്തതല്ലല്ലോ, അത് നമുക്ക് മിൽക്കുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ അതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, എനിക്കത് ആവശ്യമില്ല എന്ന് പറയുക. എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അവർ സ്വീകരിക്കൂലേ? ഇത്തരം വ്യക്തികൾ, മതബോധമുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ മതബോധമുള്ള ആൾക്കാർ, ആ ഒരു റിക്വസ്റ്റ് എങ്കിലും നടത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. എന്നിട്ടും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ നിയമമാണ് പലിശ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് എന്ന് ക്ഷണിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? നമ്മൾ മതബോധമാണല്ലോ. ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കൈ കടിക്കാതിരിക്കാൻ വേണ്ടി, വിരൽ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനല്ലേ. അപ്പോൾ അതുകൊണ്ട് നിയമ നടപടിയായി പോകണം. എനിക്ക് ആവശ്യമില്ലാത്തത് വീണ്ടും എന്നെ കൊണ്ട് തീറ്റിക്കുന്നുണ്ട്, അത് എൻ്റെ മൗലികാവകാശത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിയമ നടപടി സ്വീകരിക്കാമല്ലോ. അങ്ങനെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു എതിർപ്പ് നിർബന്ധമായിട്ട് അതിന് വേണം. എതിർപ്പൊന്നും ഇല്ലാതെ നമ്മൾ അതിന് മസലയിൽ തേടി നടന്നാൽ അത് ശരിയാണോ എന്ന് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ്. പിന്നെ പലിശ വാങ്ങിയിട്ട് മറ്റ് വിഷയങ്ങളിലേക്ക് അത് തിരിക്കാൻ പറ്റുമോ? പിഴ മുഖേന വന്ന കാശ്, നികുതി, ഇങ്ങനെയുള്ളതിനൊക്കെ തിരിക്കാൻ പറ്റുമോ? അത് തിരിക്കാൻ പറ്റൂലല്ലോ. പലിശയാണല്ലോ. പലിശ വാങ്ങലും കൊടുക്കലും ഒക്കെ കുറ്റകരമാണ്. അത് നിങ്ങൾ തിന്നുന്നത് പോലെയാണ് നിങ്ങൾ മറ്റൊരാൾ തീറ്റിക്കുന്നതും. അതുകൊണ്ട് അത് വാങ്ങിയിട്ട് നിങ്ങൾ മറ്റൊന്നിലേക്ക് കൊടുക്കുക എന്നുള്ളത് അതും തെറ്റ് തന്നെയാണ്. ഇത് ഹറാമിൻ്റെ മേലെ ഹറാമായി തീരും. 2 ഹറാമ് വരും, കടുത്ത ഹറാമായിട്ട് വരും. നിങ്ങൾ തിന്നുക മാത്രമല്ല, മറ്റൊരാളെ തീറ്റിക്കുകയും കൂടി ചെയ്യുകയാണ് എന്നുകൂടി മനസ്സിലാക്കുക.